പിന്നെ നിൻ്റെയൊക്കെ എങ്ങനെ മരിച്ച്, അല്ലെങ്കിൽ നിനക്ക് എങ്ങനെ എന്നൊക്കെ പറയണവരും അറിയണവരും അല്ലെങ്കിൽ ഇങ്ങനെ വീമ്പിളക്കി നടക്കണവരും കൊന്നതാണെന്ന് പറയുന്നവരൊക്കെ തെളിവ് സഹിതം കൊണ്ടുവരിക, നിരത്തുക, തെളിവുകൾ നിരത്തുക. ഇത് ഞാൻ പണ്ട് മുതൽക്കേ പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ. അതന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ കഴിഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ എന്താ പറയുക, ഒരു മനുഷ്യനെ ശല്യപ്പെടുത്തുന്നതിനൊരു കണക്കുണ്ട്. അന്നേരം തെളിവൊക്കെ കൊണ്ടു തന്നിട്ടും സാജിദ അതിനൊന്നും സമ്മതിച്ചിട്ടില്ല. അന്നേരം പിന്നെ എന്തായാലും ഇനി വീണ്ടും തെളിവ് എന്തിനാ? കല്യാണം കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ വീഡിയോ ഇടും. ആളിനെ മുന്നിൽ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ ഞാൻ കൊണ്ടുവരും. ഇവളോട് ഈ കല്യാണം കഴിഞ്ഞാൽ ചോദിക്കുന്ന ആൾക്കാരോടാണ് ഞാൻ ചോദിക്കുന്നത്. അവൾ കല്യാണം കഴിച്ചു പോലും, അവൾ നല്ല ജീവിതം നയിച്ചു പോലും, അല്ലെങ്കിൽ വേറെ മോശപ്പെട്ട ജീവിതം നയിച്ചു പോലും, നിങ്ങൾക്കെന്താ കാര്യം? നിങ്ങളെല്ലാവരും അവളിടുന്ന വീഡിയോ കാണുന്നു, അതിലൂടെ അവൾക്ക് അതിലൊരു വരുമാനം കിട്ടുന്നു. അത് മാത്രം നോക്കിയാൽ പോരെ? പിന്നെ ഇനി അവൾ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്കെല്ലാവർക്കും കല്യാണം കഴിപ്പിച്ചു കൊടുക്കേണ്ട പരിപാടിയുണ്ട്. പിന്നെ ഇപ്പം കല്യാണം കഴിച്ചിട്ട് ഇപ്പോൾ വേഗം കല്യാണം കഴിച്ചപാട് വന്നിട്ട് ഇവർ രണ്ടാളും മുന്നിൽ സ്ക്രീനിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് ഈ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കാണിച്ചു കൊടുക്കും, ഇതാണ് എൻ്റെ കെട്ടിയവൻ, ഇതാണ് എൻ്റെ ഭാര്യ എന്നും പറഞ്ഞിട്ട് വന്നിപ്പോൾ ഓടിയായിരുന്നു. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഒരു ലൈഫിൽ ഇപ്പോൾ അടുത്തൊരു ലൈഫ് തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞിട്ട് ഒന്നും വരാനില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ അത്ര വയസ്സൊന്നും ആയിട്ടില്ല. എനിക്ക് 33 വയസ്സ് 34 വയസ്സാകുമ്പോഴേക്കും ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കണമെന്നൊന്നുമില്ല. ഒരു ലൈഫ് എന്തായാലും 60-70 വയസ്സായ ആൾക്കാരടക്കം ഇപ്പോൾ കല്യാണം കഴിക്കണ്ടില്ലേ? അപ്പം എടി 60-70 വയസ്സുള്ള ആൾ കല്യാണം കഴിക്കുന്നത് നോക്കിയിട്ടാണ് നീ 34 വയസ്സിൽ നീ കല്യാണം കഴിക്കല്ല. അത് ഓരോരാളെ ഇഷ്ടമാണ്. നമ്മൾ ജീവിതത്തിൽ ആരെങ്കിലും കൂടെ കൂട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ കല്യാണം കഴിക്കും. അല്ല, നമുക്ക് ഇത്ര മക്കളുണ്ടെങ്കിൽ ആ മക്കളെ നമ്മൾ സന്തോഷത്തോടു കൂടെ അവരെ പോറ്റിയും കണ്ട് വളർത്തിയിട്ട് അവരൊരു വഴിക്കാക്കാൻ നോക്കും. അല്ലാണ്ട് 60 വയസ്സായാലും കല്യാണം കഴിക്കുന്നുണ്ടല്ലോ, അപ്പം നിനക്ക് കല്യാണം കഴിച്ചുകൂടെ എന്നല്ല. എനിക്കിഷ്ടമുള്ള നീ കഴിച്ചോളാം. പിന്നെ അവിടെ 60 വയസ്സായാലും 50 വയസ്സായാലും 40 വയസ്സായാലും കഴിച്ചെന്നൊന്നും നീ നോക്കേണ്ട ഒരാവശ്യമില്ല. എനിക്ക് ഒരു ലൈഫിലൊരു പാർട്ട്ണർ വേണമെന്ന് തോന്നി ഞാൻ എന്തായാലും തീർച്ചയായും അവരെ തിരഞ്ഞെടുക്കും. അതിലെൻ്റെ മക്കൾ തടസ്സമായിട്ട് വരില്ല ഒരിക്കലും. ഞാൻ ഇപ്പോൾ ഈ 3 വർഷം എൻ്റെ മക്കളെ കൂടെ നിർത്തിയിട്ട് ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ടും ലൈഫ് പാർട്ട്ണറായിട്ട് ഒരാൾ വരുന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ മക്കളുടെ കൂടെ ഏതൊരു ഒരുപാട് ഇത് വരുന്നുണ്ട്. കല്യാണാലോചന വരുമ്പോൾ ഞാൻ എന്താ പറയലേ, എനിക്ക് ഇന്ന എത്ര മക്കളുണ്ട്, അവരുടെ ഉൾക്കൊള്ളാൻ പറ്റുകയാണെങ്കിൽ മാത്രം ഞാൻ ഇതിനിറങ്ങുള്ളൂ എന്ന് ഞാൻ പറയലുണ്ട്. അപ്പോൾ അതിനെ ഉൾക്കൊണ്ട ആൾക്കാർ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കല്യാണം കഴിക്കും. പിന്നെ ഒരിക്കലും മക്കളെ വിട്ടിട്ടുള്ളൊരു കളിയില്ല. മക്കളെ വിട്ട കളിയില്ല എന്നുള്ള പറഞ്ഞാൽ അത് നീൻ്റെ വെറും ബടായി. കാരണം നീ മക്കളെയൊന്നും കൂട്ടാണ്ട് എവിടെയെല്ലാം പോയി നിൽക്കുന്നടി. അന്നേരം ആ ഒരു സാബിത്താന്ന് പറഞ്ഞ പെണ്ണുങ്ങളെ വീട്ടിൽ പോയി നിന്ന്. അതുപോലെ നീ മക്കളെ ചാടിയിട്ട് കുറേ കാസർഗോഡ് വന്നു. ഇതൊന്നും നീ മക്കളെ കൂട്ടിയിട്ടൊന്നുമല്ല. ഒരിക്കൽ നീ മക്കളെ കൂട്ടാണ്ട് വരും, എന്നിട്ട് നീ പിന്നെ മക്കൾക്ക് വേണ്ടിയിട്ട് വരും. അതുകൊണ്ട് മക്കളെ ഇഷ്ടം നോക്കിയിട്ട് മക്കൾക്ക് വേണ്ടിയിട്ടാണ്. അതെല്ലാം നീ വേറും എന്താ പറയുക, ആൾക്കാരെ പറഞ്ഞ് ഫലിപ്പിക്കൽ മാത്രമാണ്. അല്ലാണ്ട് നിൻ്റെ മക്കളോട് എനിക്ക് സ്നേഹമുണ്ടെങ്കിൽ ഒരന്ത്യം മക്കളെ വിട്ടിട്ട് ഒരു ഉമ്മമാർക്ക് എവിടെ പോയി താമസിക്കാനൊന്നും പറ്റൂലടി. നമ്മൾ നിന്നെപ്പോലത്തെ ഉമ്മമാർ. ഇത്രയും കഷ്ടത്തിൽ ഞാൻ എൻ്റെ മക്കളെ ചേർത്ത് പിടിച്ചിട്ടുള്ളൂ. ഒരിക്കലും തള്ളിക്കളഞ്ഞിട്ടില്ല, മറ്റുള്ളവരെ പോലെ വലിച്ചെറിഞ്ഞിട്ടില്ല, ഇട്ടിട്ട് ഓടിയിട്ടില്ല. എനിക്ക് എൻ്റെ സുഖമാണ് വലുത്, അല്ലെങ്കിൽ എനിക്ക് എൻ്റേതായ കാര്യങ്ങളാണ് വലുത് പറഞ്ഞിട്ട് ഒരിക്കലും ഇട്ടിട്ട് ഓടിയിട്ടില്ല. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ എൻ്റെ മക്കളെ ചേർത്ത് പിടിച്ചിട്ടേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് എനിക്ക് എന്തെങ്കിലും കാര്യങ്ങളുള്ളൂ. അതിപ്പം നീ മാറ്റി പറയുന്നല്ലേ. ഇതിനും മുന്നത്തെ വീഡിയോയിൽ നീ ഇങ്ങനെയൊന്നല്ല പറഞ്ഞു കേട്ടാ. മക്കളെ ഞാൻ നോക്കേണ്ട കാലം നോക്കും, നോക്കാത്ത കാലം ഞാൻ നോക്കൂല എന്നൊക്കെ നീ പലതും പറഞ്ഞിട്ടുണ്ട്. അപ്പം നീ ഇങ്ങനെ അവസരത്തിനൊത്തിട്ട് മാറുന്ന, അത് പണ്ടേ നമ്മൾ മനസ്സിലാക്കിയതാണ്. നീ അവസരത്തിനൊത്തിട്ട് ഇങ്ങനെ മാറലാന്ന്. അങ്ങനെയാണ് ഞാൻ എൻ്റെ മക്കളെ നോക്കണത്. അത് എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയും ഞാൻ എങ്ങനെ എൻ്റെ കുട്ടികളെ നോക്കണമെന്ന്. ഒരു ഹസ്ബൻഡ് ഇല്ലാണ്ട് അല്ലെങ്കിൽ കുടുംബം ഇല്ലാണ്ട് ഒരു പെണ്ണൊറ്റയ്ക്ക് ഒരു കുടുംബം, ഇപ്പോൾ ഹസ്ബൻഡ് മരിച്ചിട്ട് 3 വർഷത്തോളം ഒരു കുടുംബം മുന്നോട്ട് നയിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ പെണ്ണിൻ്റെ വിജയം തന്നെയാണ്. എടി, ഇതിനുത്തരം ഞാൻ പല വീഡിയോയിലും നിൻ്റെ വീഡിയോ കണ്ടിനെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. എടി, ലോകത്ത് നീ മാത്രമൊന്നല്ല. മക്കളെ നോക്കിയിട്ട് ഭർത്താവില്ലാണ്ട് ജീവിക്കുന്ന ആൾ ഒരുപാട് ആൾക്കാരുണ്ടെടി. പക്ഷേങ്കിൽ നിന്നെ മാതിരി ഇങ്ങനെ യൂട്യൂബിൽ വന്നിരുന്നിട്ട് പബ്ലിക്കായിട്ട് ഇങ്ങനെ പറയൂല. മക്കളെ ഇതുപോലെ നോക്കുന്ന ഉമ്മമാർ വേറെ എവിടെ ഉണ്ടാവില്ല, ഞാൻ മാത്രം തന്നെ. നീ എന്ത് കണ്ട്? നീ ലോകത്തിൻ്റെ ഏത് ഭാഗം കണ്ട്? നിൻ്റെ ലോകം വെറും ഈ യൂട്യൂബ് മാത്രമാണ്. അപ്പം നീ വിചാരിക്കുന്ന നിൻ്റെ
ആ കഥകളൊക്കെ യൂട്യൂബ് പറയുമ്പോൾ മറ്റുള്ളവരെ കഥകളൊന്നും ഇതിലില്ലല്ലോ. അപ്പോൾ മറ്റുള്ളവരൊന്നും ഇങ്ങനെ പോറ്റുന്നവരൊന്നുമല്ല. എല്ലാവരും ഹസ്ബൻഡും മക്കളായിട്ട് ജീവിക്കുന്നവരാണെന്നാണ് നിൻ്റെ തോന്നൽ. പിന്നെ വീഡിയോ ഇടാത്ത എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒന്നാമത്തത് വീഡിയോ ഇടാൻ ശാരീരികമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, വയ്യായ്കയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ കൂടുതലും വീഡിയോസ് ഇടാത്തത്. പിന്നെ എനിക്ക് ലൈവിൽ വരാത്തതൊക്കെ തലവേദന, എനിക്ക് കമൻസുകൾ ഇങ്ങനെ വായിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് നിൻ്റെ വീഡിയോക്ക് താഴെ വന്ന് കമൻറ്റ് ചെയ്തവർ ഇതൊന്നല്ലല്ലോ പറഞ്ഞത്. നിൻ്റെ വീഡിയോക്ക് താഴെ വന്ന് കമൻറ്റ് ചെയ്തവരെന്ന് പറഞ്ഞിന് പിന്നെ അവള് കുറേ ആൾക്കാരോട് ക്രീമിന് പൈസ വാങ്ങിയിട്ട് ക്രീം അയച്ചു കൊടുത്തിട്ടില്ല. അത് പേടിച്ചിട്ട് ഇവള് ലൈവിൽ വരാതെ ഇവള് വീഡിയോ ഇടാത്തതെന്നാണ് നമ്മളറിഞ്ഞ അറിവ്. അപ്പം നീ തലവേദന കൊണ്ടും കണ്ണ് കാണാത്തത് കൊണ്ടാണ് നീ ഇപ്പം ലൈവൊന്നും നടത്താതെ എന്നാണ് ഇപ്പം നീ പറയുന്നത്. ഇതിൽ ആര് പറയുന്നത് നമ്മൾ വിശ്വസിക്കണം? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോസുകൾ ഇങ്ങനെ ഇടാത്തത്. പിന്നെ വേറെ എന്താ വരുമാനം എന്താണെന്ന് വെച്ചാൽ കിട്ടുന്ന കസ്റ്റമർ, നമുക്കിപ്പോൾ ക്രീം ഞാൻ കഴിയുന്നതിനനുസരിച്ച് കസ്റ്റമർ ഉണ്ട്, അവർ ചോദിക്കുന്നതിനനുസരിച്ച് അവർക്ക് സാധനം എത്തിച്ചു കൊടുക്കും. ആ ടൈമിൽ എനിക്ക് അതിൽ നിന്ന് ഒരു വരുമാനം കിട്ടുമ്പോൾ അത് ചിലവ് ചെയ്ത് അങ്ങനെ പോകുന്നത്. പിന്നെ യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ 10-15 കിട്ടി അത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോകുന്നത്, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകുന്നത്. പിന്നെ വീടിൻ്റെ കാര്യം കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വീട് എന്ന് പറയുന്ന സംഭവം പെട്ടെന്ന് അങ്ങോട്ട് ഒരു സമയത്ത് പൊട്ടി മുളയ്ക്കില്ല. സംഭവം വീടിൻ്റെ കാര്യം ഞാൻ എന്തായാലും നിങ്ങൾക്ക് അപ്ഡേറ്റ് തരുന്നതായിരിക്കും. അപ്പോൾ കുറേ പേരുടെ വായ അടപ്പിക്കാനുള്ള ഉത്തരമായിട്ടാണ് കേട്ടോ ഞാൻ കല്യാണം കഴിഞ്ഞാൽ എന്തായാലും ഞാൻ നിങ്ങളെ അറിയിക്കാണ്ടിരിക്കില്ല. എല്ലാവരും അറിയും, ഇന്നല്ലെങ്കിൽ നാളെ എന്നായാലും അറിയും. അപ്പോൾ ഇപ്പം എന്തായാലും കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല, ഇൻഷാ അല്ലാ ഉണ്ടാകുമ്പോൾ നിങ്ങളെ ഞാൻ അറിയിക്കും. അപ്പോൾ എല്ലാവർക്കും സമാധാനമില്ല. ഷാജിദ കല്യാണം കഴിച്ചിട്ടാകുമ്പോൾ ഭർത്താവിനെ കൊണ്ട് സ്ക്രീനിലേക്ക് വരുമെന്നാണ് പറഞ്ഞത്, പബ്ലിക്കായിട്ട് വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും എന്താ സമാധാനത്തോടു കൂടെ കാത്തിരിക്കുക. എല്ലാവരും ഇവർക്ക് വേണ്ടി ദുആ ചെയ്യുക. പെട്ടെന്ന് ഒരു ഭർത്താവിനെ കിട്ടാനും കല്യാണം കഴിക്കാനെല്ലാം വേണ്ടിയിട്ട് ഈ അത്രയും മനോവിഷമം ഇവളിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയം ഉണ്ടാകുമ്പോൾ മറ്റുള്ള സബ്സ്ക്രൈബർമാർക്ക് ഉണ്ടാകുന്ന വിഷമത്തിന് നല്ലോണം ദുആ ചെയ്യുക കേട്ടോ. ദുആ ചെയ്തിട്ട് ഇവർക്ക് നല്ലൊരു ഭർത്താവിന് 5 മക്കൾ ഇവളെയും സ്വീകരിക്കുന്ന ഒരു ഭർത്താവിനെ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കുക. എന്നാലും ഞാൻ വിചാരിക്കുന്നു ഇവരോട് ക്രീം വാങ്ങി തേക്കുന്ന ആൾ എത്ര ധൈര്യത്തോടുകൂടി ഇത് വാങ്ങി തേക്കുന്നല്ലേ. അത് ഉപയോഗിക്കുന്നത് അവനവൻ്റെ മുഖത്ത്. ഇപ്പം മറ്റുള്ള പല പല കമ്പനിക്കാരെ വന്നവരെ ക്രീമുകൾ വാങ്ങി തേച്ചിട്ട് തന്നെ കിഡ്നിക്ക് കേടാന്ന് മറ്റുള്ള അസുഖങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാലും ഇവളോട് വാങ്ങി ഉപയോഗിക്കുന്ന ആൾ സമ്മതിക്കണം.